ഹലോ ഗായ്സ്, വീണ്ടും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ. ഇന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം അമ്മൂൻ്റെ വീട്ടിലേക്കാണ്. ഞാനും കലമിയും കൂടി തൊട്ടടുത്തൊരു വീട്ടിൽ കൊലുബൊമ്മ വെച്ചിട്ടുണ്ട് നവരാത്രിയായിട്ട്. അപ്പോൾ ആ കൊലുബൊമ്മ കാണാൻ പോവുകയാണ്. എൻ്റെ അമ്മയും കലമിയൊക്കെ സ്ഥിരം ദിവസങ്ങളിലും പോയി. എനിക്ക് വർക്കുള്ള കാരണം പോകാൻ പറ്റിയില്ല. ഇന്നാണൊന്ന് ലീവ് കിട്ടിയത്. അപ്പം ഞാൻ കലമയുടെ കൂടെ പോവുക. അമ്മ ആവശ്യമില്ല കേട്ടോ, അവർക്ക് ഇന്നും ലീവില്ല, അവർക്ക് നല്ല വർക്ക് തന്നെ. അങ്ങനെ ഞാൻ പോയി. കലമ്മ അവിടെ തുളസി മാല കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിനെ കൊലുബൊമ്മയൊക്കെ കണ്ടിരുന്നു. നമ്മളവിടെ ഇത് കുറച്ച് കാലമായി, ഇപ്പം 3-4 കൊല്ലമായി ഇവിടെ കൊലുബൊമ്മ വയ്ക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ സ്ഥിരം പോകാറുണ്ട്. ജോലി കിട്ടിയ ശേഷം 2 കൊല്ലമായിട്ടിപ്പോൾ ദിവസവും പോകാൻ പറ്റുന്നില്ല. പക്ഷെ പഠിക്കുന്ന കാലത്താണെങ്കിൽ സുഖമായിരുന്നു, ദിവസവും പോവും, പ്രാർത്ഥന അങ്ങനെ. ഇതാണ് കേട്ടോ ചിത്രാൻ്റി പൂജയൊക്കെ ചെയ്യാൻ തുടങ്ങി. നല്ല രസമാണ്, ഒരു വൈബ് തന്നെയാണ് അവിടെ പോയിരുന്ന് ഇവരുടെ പ്രാർത്ഥനയും ഈ കൊലുബൊമ്മയൊക്കെ കണ്ടിരിക്കാനും. അതേപോലെ അവിടുത്തെ അമ്മമ്മ കലമ്മയൊക്കെ കൂടി തുളസിമാല. എൻ്റെ അമ്മയും കൂടെ വേണ്ടതായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പോയി. അപ്പോൾ ഞാൻ ഇന്നും പോയില്ലെങ്കിൽ ഇത് നടക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാനും വന്നു. ഇത് പിന്നെ എല്ലാ കൊല്ലവും കൊലു കാണാൻ പോയ ചിത്രാൻ്റിൻ്റെ വക ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തരാറുണ്ട്. എനിക്ക് മുല്ലപ്പൂവും ബുക്കും പെന്നും പിന്നെ ഒരു ഡ്രസ്സ് അടിക്കാൻ വേണ്ടി ഒരു തുണിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഞങ്ങളിരുന്ന് കുറച്ച് നേരം കൊലുബൊമ്മയൊക്കെ നോക്കി. ഓരോ കൊല്ലവും ഇവർ പുതിയ പുതിയ കൊലുബൊമ്മകൾ, അതായത് എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങി വിൽക്കാറുണ്ട് കേട്ടോ. അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. നല്ല രസമാണ് എല്ലാവരും അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ. ഇത് കണ്ടില്ലേ, 4 ഗണപതിമാരിരുന്ന് ക്യാരംസ് കളിക്കുക. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ആൾക്കാരും ദൈവങ്ങളും എല്ലാവരും ഈ കൊലുബൊമ്മയിലുണ്ട്. അങ്ങനെ ഞാൻ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തി. ഇത് വൈകുന്നേരമായിട്ടോ. ഉച്ച മുതൽ ക്ലീനിങ്ങും അങ്ങനെയും കുറേ പരിപാടിയായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ പൂജ. പിന്നെ ഇവിടെ കൊലുബൊമ്മ വയ്ക്കലൊന്നും ഇല്ലെങ്കിലും പൂജ എല്ലാ വർഷവും സ്ഥിരം തന്നെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പൂജ ടൈമിൽ ഒരു കുന്ന് ബുക്ക് ഉണ്ടാവും വയ്ക്കാൻ. ഇപ്പം ബുക്കും ഇല്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ലാപ്ടോപ്പ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലത്തെ പൂജയും കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളുടെ ഓഫീസിലത്തെ വർക്കും വയ്യാണ്ടാവും, അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ ഇനി ഞങ്ങൾ സ്ഥിരമായിട്ട് തിരിച്ചു വരുമെന്ന് പറയുന്നു. ടാറ്റാ, ബൈ ബൈ.